നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിനെ തോൽപ്പിക്കണമെങ്കിൽ എന്തു വേണം? ജോഷുവ കിമ്മിച്ച് മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നു പറയുകയാണ്, ഇഫ് യു വാണ്ട് ടു ബീറ്റ് റയൽ യു ഹാവ് ടു ബി അറ്റ് യുവർ ബെസ്റ്റ് മെൻ്റലി ആൻഡ് ടാക്ടിക്കലി. യു ഹാവ് ടു ബി അറ്റ് യുവർ ബെസ്റ്റ് മെൻ്റലി ആൻഡ് ടാക്ടിക്കലി. എങ്കിലും മാത്രമാണ് നിങ്ങൾക്ക് റയലിനെ തോൽപ്പിക്കാൻ പറ്റൂ. ഇന്ന് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനൽ ആദ്യപാദ മത്സരത്തിൽ സാന്റിയാഗോ ബെർണാബുവിൽ റയൽ മാഡ്രിഡും ബയൺ മ്യൂണിക്കും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. രാത്രി ഇന്ത്യൻ സമയം 12:30 ആ കളി. അതിന് മുന്നോടിയായിട്ട് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വളരെ കൃത്യമായിട്ട് എതിരാളികളെ വിലയിരുത്തിയിട്ട് ബയണിൻ്റെ സൂപ്പർ താരം ജോഷുവ കിമ്മിച്ച് പറയുന്നു, നിങ്ങൾക്ക് റയൽ മാഡ്രിഡിനെ തോൽപ്പിക്കണമെങ്കിൽ നിങ്ങൾ ടാക്ടിക്കലി തന്ത്രപരമായിട്ടും അതുപോലെ തന്നെ മെൻ്റലിയും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിരിക്കണം. എങ്കിൽ മാത്രമേ തോൽപ്പിക്കാൻ പറ്റൂ. ഞങ്ങളിപ്പോൾ നല്ല സ്പിരിറ്റിലാണുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ നാളത്തെ മത്സരം, അദ്ദേഹം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസ് പറയുന്നതാണ്, നാളത്തെ മത്സരം വിജയിക്കുക, അതാണിപ്പോൾ ഞങ്ങൾ ഉറ്റുനോക്കുന്നത്. സോ ഇറ്റ്സ് ദി ബെസ്റ്റ്, ഇറ്റ്സ് വാട്ട് യു ഡ്രീം ഓഫ് ആസ് എ പ്ലെയർ എന്നാണ് ഈ ഒരു കളിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത്. മറുഭാഗത്ത് സൂപ്പർ താരങ്ങളുണ്ട്, കിലിൻ എംബാപ്പയെ പോലുള്ള താരങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, എംബാപ്പെ ഏത് ടീമിനെയും ഹെൽപ്പ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ളൊരു താരമാണ്. അദ്ദേഹത്തിന് എക്സ്ട്രീം ഇൻഡിവിജ്വൽ ക്വാളിറ്റിയുണ്ട്. അദ്ദേഹം ദേശീയ ടീമിനെ ഫ്രാൻസിനെ അദ്ദേഹം ക്യാപ്റ്റൻ ചെയ്യുന്നു. അവിടെ അദ്ദേഹം നായകനാണ്. അതുപോലെ തന്നെ ഒരുപാട് മത്സരങ്ങളിൽ കളി തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വകയുള്ള ഗോളാണ്. അപ്പം ടൈറ്റായിട്ടുള്ള മത്സരങ്ങളിൽ പോലും അദ്ദേഹം കളി തീരുമാനിക്കുന്നു. ഞാൻ അദ്ദേഹത്തിനെതിരെ ഒരുപാട് സമയം കളിച്ചിട്ടുണ്ട്. സോ ഞങ്ങൾക്ക് അറിയാം എന്താണ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് എന്നുകൂടി ഇപ്പോൾ വളരെ കൃത്യമായിട്ട് ജോഷുവ കിമ്മിച്ച് പറഞ്ഞു വെക്കുന്നു. ഏതായാലും ഒരുങ്ങി തന്നെയാണ് ഇറങ്ങുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. 2024 സെമി ഫൈനൽ ഡിഫീറ്റിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് തീർച്ചയായിട്ടും ഫസ്റ്റ് ലെഗിന് ശേഷം ഞങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ സെക്കൻഡ് ലെഗിൽ റയൽ മാഡ്രിഡ് ക്ലിയർലി സുപ്പീരിയർ ആയിരുന്നു. പിന്നെ അൽഫോൻസോ ഡേവിസ് ഞങ്ങൾക്ക് ലീഡ് തന്നു with his incredible goal. Then we went home afterwards and thought more was possible there. പക്ഷെ അത് സാധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നുകൂടി അദ്ദേഹം പറയുന്നു. ഏതായാലും അന്നത്തെ ഒരു കണക്ക് വീട്ടാനുണ്ട്. ബയൺ മ്യൂണിക്കിന് സാധിക്കുമോ എന്നുള്ളത് കണ്ടറിയണം. കിടിലൻ പോരാട്ടമാണ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഈ ഗെയിമിന് വേണ്ടി മാഡ്രിഡിലേക്ക് എത്തുന്നത് ഞങ്ങളുടെ സ്റ്റാമ്പ് അവിടെ പതിപ്പിക്കാനാണ്. റയൽ മാഡ്രിഡ് അവരുടെ യുണീക്ക് സ്റ്റൈൽ ഓഫ് പ്ലേയുമായിട്ട് കളിക്കാൻ ഇറങ്ങും, ശരിയാണ്. അവർക്ക് ഒരുപാട് ത്രെറ്റ് പല സിറ്റുവേഷനിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞങ്ങളുടെ സ്ട്രെങ്ത് കളിക്കളത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഓഫ് കോഴ്സ് റയൽ മാഡ്രിഡിൽ ഞങ്ങൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ അവരുടെ രീതിക്കനുസരിച്ച് ബിറ്റ് അഡാപ്റ്റഡ് ആയിട്ട് മികച്ച പ്രകടനം നടത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നുകൂടി ജോഷുവ കിമ്മിച്ച് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.